Hi friends, welcome back to our channel. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മൾ ലിപ് കെയറിനെ പറ്റി ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല നിങ്ങളോട്. സോ നമ്മൾ അതൊരു കുറച്ച് ഞാൻ ഒരു സീരീസ് ആയിട്ട്, അതായത് ഓരോ വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നും നമ്മുടെ ലിപ്പ് എങ്ങനെ കെയർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രോബ്ലമാണ് നമ്മുടെ ലിപ്സ് ഭയങ്കര ഡാർക്ക് ആവുന്നതും ചാപ്ഡ് ആവുന്നതും. അതായത് വരണ്ട് പോവുക, പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ട് നമുക്ക് പല കളേഴ്സ്, ഇവിടെ കുറച്ച് ഡാർക്ക് ആകും, അതായത് ബ്ലാക്ക് കളർ പോലെ, പിന്നെ ഇവിടെ കുറച്ച് പിഗ്മെൻറ്റഡ്, അങ്ങനെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ കെയർ ചെയ്യാമെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ഇനി കൂടുതൽ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലിപ്സ് എപ്പോഴും നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ഫേസിലത്തെ. അപ്പോൾ നമുക്കത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടു നടക്കാൻ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലിപ്പ് എപ്പോഴും സ്ക്രബ് ചെയ്യരുത്. വൺസ് ഇൻ എ വീക്ക്, അതായത് ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ലിപ്സ് സ്ക്രബ് ചെയ്യണം. അത് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു നാച്ചുറൽ കളർ അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഡെഡ് സ്കിൻ സെൽസ് അടിഞ്ഞു കൂടുന്തോറും അതിന് നമ്മുടെ കളർ ഇങ്ങനെ ഫെയ്ഡായി കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കുഞ്ഞ് മൈൽഡ് ഒരു ലിപ് സ്ക്രബാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത്. ഒരു ഈസി ആയിട്ട് വീട്ടിലുള്ള ഒരു 2 ഐറ്റം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര, ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇത് ചെയ്യാറുള്ളൂ ഈ എക്സ്ഫോളിയേഷൻ. ബിക്കോസ് എനിക്ക് ഭയങ്കര ഹാർഷായിട്ട് ചെയ്തിട്ട് ലിപ്സിനെ അങ്ങനെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല. സോ നമുക്ക് അത് ഞാൻ കാണിച്ചു തരാം എന്താണ് നമുക്ക് അതിന് ആവശ്യമായിട്ട് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് സ്ക്രബിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു കുഞ്ഞ് പീസ് ബീട്രൂട്ടിൻ്റെ ഒരു കുഞ്ഞ് പീസ് ഞാൻ എടുത്തേക്കാണ്. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു നാച്ചുറൽ ഒരു വെജിറ്റബിൾ ആണിത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഷുഗർ, അതായത് പഞ്ചസാര. ഇതും എല്ലാവരും സുലഭമായിട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞ് ക്രഷ്ഡ് ആയിട്ടുള്ള ഷുഗർ ആണെങ്കിൽ നന്നായിരിക്കും, നമുക്കധികം ഹാർഷ് ആകത്തില്ല. എൻ്റെ കുറച്ച് സൈസ് കൂടുതലാണ്, എന്നാലും ഞാൻ അതാണ് എടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീട്രൂട്ടിൻ്റെ പീസ് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ എടുക്കാം. കണ്ടില്ലേ? നമ്മുടെ ലിപ്സിൽ ഇതെടുത്തിട്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കോർണേഴ്സിലും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്തോളൂ കേട്ടോ. ഒരു മിനിറ്റ് നന്നായി സ്ക്രബ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇതൊന്ന് ലീവ് ചെയ്യുക ജസ്റ്റ്. എന്നിട്ട് 2 മിനിറ്റിന് ശേഷം ഇത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിപ്സ് കഴുകി വന്നു. കണ്ടില്ലേ? ആ ഒരു എന്താ പറയുക, ഒരു നന്നായി ഉണ്ടായിരുന്ന ബ്ലാക്ക് കളറൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് തൊടാനായിട്ട് നമ്മുടെ ലിപ്സ്. അപ്പോൾ നമുക്ക് ഇനി ഞാനൊരു കുഞ്ഞൊരു പാക്കല്ല ഒരു മിക്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ ലിപ്സ് ലൈറ്റൻ ചെയ്യാനായിട്ടും ഈ ഡാർക്ക് കളർ ഫെയ്ഡ് ആവാനായിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടും, പിന്നെ അതായത് ഡാർക്ക് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഈ കോർണേഴ്സിലാണ്. അത് പോയതാണ് നമ്മുടെ ചുണ്ടിൻ്റെ സൗന്ദര്യം താന അത് വരും. അതാണ് നമ്മുടെ ലിപ്സ്. അപ്പോൾ നമുക്ക് അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു ടൊമാറ്റോ ഒരു കുഞ്ഞൊരു പീസ് ഞാൻ എടുത്തേക്കാണ്. എന്നിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ടാകണം. അതിലോട്ട് നമുക്ക് ഈ ടൊമാറ്റോയുടെ ജ്യൂസാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ടൊമാറ്റോ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള, നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള, പിന്നെ വരണ്ട ഈ ലിപ്സിനെ നമുക്ക് അതിന് റിക്കവർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമ്മുടെ ഈ ടൊമാറ്റോയിൽ വൈറ്റമിൻ സിയും പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഇതിൽ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഡാമേജ് ആയി കിടക്കുന്ന സ്കിൻ സെൽസ് ഉണ്ടോ, നമ്മൾ റിമൂവ് ചെയ്യാണ്ട് ഇത്ര നാളെ എക്സ്ഫോളിയേറ്റ് ചെയ്യാണ്ട് നമ്മുടെ ലിപ്സിലുള്ള ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പ്ലസ് നമുക്ക് നമ്മുടെ ലിപ്സിനെ റിജുവനേറ്റ് ചെയ്യും. അതായത് നമുക്കത് തുടുത്ത ലിപ്സ് നമുക്ക് അത് നമുക്ക് നൽകും. അതാണ് ഈ ടൊമാറ്റോ കൊണ്ട് നമ്മൾ ടൊമാറ്റോ എടുക്കാനുള്ള കാരണം അതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ജ്യൂസ് കുറച്ചെടുക്കാണ്. ഞാനിത് മിക്സിയിലൊന്നിട്ട് അടിക്കുന്നില്ല, കാരണം മിക്സിയിലൊക്കെ നമ്മൾ പല എരിവുള്ളതും അങ്ങനെ ഇതൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും അത്രയ്ക്ക് സേഫ് അല്ല. അതുകൊണ്ട് ഞാൻ ഒരു ടൊമാറ്റോ ഇങ്ങനെ പിഴിഞ്ഞ് കിട്ടുന്ന പൾപ്പ് എടുക്കുന്നുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ചാണ് ഇപ്പൊ വീണിരിക്കുന്നത്. ഇത്ര തന്നെ മതി നമുക്ക്. കുഞ്ഞു ലിപ്സ് അല്ലേ നമുക്ക് അത്രയ്ക്ക് കൂടുതലൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ എടുക്കുന്നതാണ് നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനേഗർ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് വെയിറ്റ് ലോസിനൊക്കെ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ആപ്പിൾ സിഡർ വിനേഗർ. ഇത് ഞാൻ എന്തുകൊണ്ടാണ് എടുത്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സിനെ ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഈ ആപ്പിൾ സിഡർ വിനേഗർ ആണ്. ഇതൊരു അസിഡിക് ഒരു ആൽക്കലൈൻ വരുന്നുണ്ടെങ്കിൽ കൂടി നമുക്കത് നന്നായിട്ട് ലൈറ്റൻ ചെയ്യും. നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ലിപ്സിനെ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഈ ടീസ്പൂൺ എടുക്കുക. ഈ ടീസ്പൂണിലോട്ട് വളരെ കുറച്ച്, കണ്ടില്ലേ, ഇതെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഒരു ബീട്രൂട്ട്, ഒരു കുഞ്ഞു പീസിന് എടുത്തിട്ടുണ്ട്. ഇതിന്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ ഈ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സിന് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സിന് നന്നായിട്ട് കളർ കൊടുക്കും. നമുക്ക് ഇതിലോട്ട് ഞാൻ ഈ ബീട്രൂട്ട് ചതച്ചിട്ടുണ്ട്. ഇതിന്റെ നീര് ഇങ്ങനെ കുറച്ച് എടുത്ത് ആക്കാം. നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കാം. പിന്നെ നമുക്ക് അവസാനമായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് റോസ് വാട്ടർ. ഞാൻ ഈ റോസ് വാട്ടറാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ റോസ് വാട്ടർ നമ്മൾ എന്തുകൊണ്ട് ആഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസ് വാട്ടർ നമുക്ക് നമ്മുടെ ലിപ്സിന്റെ മോയ്സ്ചർ അത് വളരെ കുറച്ചാണ് എടുത്തത്. ഈ റോസ് വാട്ടർ ഉണ്ടല്ലോ നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചർ കണ്ടന്റ് ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായി സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ റോസ് വാട്ടർ കൂടി ആഡ് ചെയ്തത്. അപ്പൊ ഈ 4 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മിക്സ് നമുക്ക് എടുത്തിട്ട് ഒരു കുഞ്ഞൊരു കോട്ടൺ എടുക്കാം നിങ്ങൾ. എന്നിട്ട് ഇതിലോട്ട് ഡാബ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലിപ്സിനും ചുറ്റും നമുക്കൊന്ന് പറ്റി കൊടുക്കാം. അപ്പം ഞാനിത് എടുത്തേക്കാണ്. നമുക്ക് ഇതിലേക്ക് കിട്ടും. ഒരു 15 to 20 മിനിറ്റ്സ് നമുക്ക് നമ്മുടെ ലിപ്സിൽ വയ്ക്കാൻ ഡ്രൈ ആകാനായിട്ട്. അത് നന്നായി വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് ഈ ഒരു മിക്സ് നിങ്ങൾക്ക് 2 ദിവസം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇന്ന് നാളെയായിട്ട് യൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് എന്നും ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നതാവും നല്ലത്. ആഴ്ചയിൽ 2-3 വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സോഫ്റ്റ് ആയിട്ട് ബേബി ലിപ്സ് പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. അത്രയ്ക്ക് ഡാർക്കായി പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കറിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ആ ബെൽ ബട്ടനോടും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾ കണ്ടിട്ട് അപ്പം തന്നെ എനിക്ക് ഫീഡ്ബാക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വേണമായിരിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുക. എല്ലാവരും സ്റ്റേ സേഫ്. കാരണം നമ്മുടെ കൊറോണ വൈറസും ഇതൊക്കെയല്ലേ. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വേണമായിരിക്കും. ബൈ.